എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ അരയ്ക്കാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ മോരുകറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് തൈരാണ് എടുത്തു വെച്ചിരിക്കുന്നത്. തൈരിൻ്റെ കട്ടയൊക്കെ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിലും കട്ട ഉടച്ചെടുക്കാം. ഇതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇടാം. 1.5 ടീസ്പൂൺ കടുക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 3 പച്ചമുളക് കീറിയത്, 2 തണ്ട് കരിവേപ്പില, കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു 5-8 കഷ്ണം മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് മൂപ്പിക്കണം. ഇനി ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഉള്ളി മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന മോരൊഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാവണം. തിളയ്ക്കണ്ട. തിളച്ചാൽ മോര് പിരിഞ്ഞു പോവും. ഒന്ന് നന്നായിട്ട് ചൂടായാൽ മതി. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ മോരുകറി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ഇടാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം.